നമസ്കാരം. വിഷുഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വിഷു ഒരു പുതിയ വർഷത്തിൻ്റെ തുടക്കമായിട്ടാണ് നമ്മളെല്ലാവരും കരുതുന്നത്. വിഷു എന്താണ്, വിഷുവിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ നമുക്ക് വേറെ പറയാം. ആദ്യം വിഷുഫലത്തിലേക്ക് തന്നെ നേരിട്ട് നമുക്ക് കടക്കാം. ഈ വർഷം ഏകദേശം നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് മാസം പറയുമ്പോൾ ഈ ഏപ്രിൽ 14 മുതൽ അടുത്ത വർഷം ഏപ്രിൽ 14 വരെ, അങ്ങനെയുള്ള ഒരു വർഷത്തേക്കുള്ള ഒരു സാമാന്യ ഫലം, അതായത് മേടമാസം മുതൽ വരുന്ന മീനമാസം വരെ, അല്ലെങ്കിൽ ഈ ഏപ്രിൽ അടുത്ത വിഷു വരെ, ഏപ്രിൽ 14 15 അടുത്ത വിഷു വരെ, അങ്ങനെയുള്ള ഒരു വർഷത്തേക്കുള്ള ഫലമാണ്. അപ്പം അതിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു ഗ്രഹത്തിൻ്റെ മാറ്റം വ്യാഴത്തിൻ്റെ മാറ്റമാണ്, വ്യാഴത്തിൻ്റെ പകർച്ചയാണ്. വ്യാഴം ഈ മെയ് 1 മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് മാറുന്നു. അതാണ് ഒരു സാമാന്യമായിട്ടുള്ള ഒരു പകർച്ച, വലിയ ഒരു ഗ്രഹത്തിൻ്റെ മാറ്റമുള്ളത്. ശനി ഈ വർഷം എന്ന് പറയുന്നത് ഈ ഏപ്രിൽ 14 തൊട്ട് ഏപ്രിൽ 14 ഏതാണ്ട് മാർച്ച് മാസം 29 2025 ആ സമയത്താണ് ശനിയുടെ മാറ്റം. രാഹുവും ഏതാണ്ട് മെയ് 18 കൂടിയാണ് രാഹുവിൻ്റെ മാറ്റം വരുന്നത്. ഈ ഇത്രയും ഗ്രഹങ്ങളാണ് ഈ ഒരു വർഷം. അതിൽ തന്നെ ഈ മാർച്ചിലും മെയ്യിലും ആയിട്ടാണ് വേറെ 2 ഗ്രഹങ്ങളുടെ മാറ്റം വരുന്നത്. അത് സാമാന്യമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കി ഗ്രഹങ്ങൾ സാധാരണ നില പോലെ മാറിക്കൊണ്ടിരിക്കും. അപ്പം അതിൽ ആദ്യം മേടം രാശി മേടക്കൂറുകാരാണ്, അവരുടെ ഫലമാണ് പറയാം. അശ്വതി, ഭരണി, കാർത്തിക കാലം, അങ്ങനെയാണ്. സാധാരണ ഒരു രാശിയിൽ 9 നക്ഷത്ര പാദങ്ങളാണുള്ളത്. അപ്പോൾ ഈ കാൽഭാഗം എന്നുള്ളതിനാണ് കാൽ എന്ന് പറയുന്നത്. അപ്പോൾ അശ്വതിയുടെ ആദ്യത്തെ കാൽഭാഗം, പിന്നെ കാർത്തികയുടെ അശ്വതി, ഭരണി, കാർത്തിക കാലം. പൊതുവെ ഈ വർഷം നല്ലതായിരിക്കും. നല്ലൊരു ഫലം പറഞ്ഞ് തുടങ്ങുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഒരു ദോഷം പറഞ്ഞല്ലല്ലോ തുടങ്ങുക. കാരണം കുറെ കാലമായിട്ട് കുറച്ച് കഷ്ടപ്പെട്ട് ഇരിക്കുന്നവരാണ് ഈ അശ്വതി, ഭരണി, കാർത്തിക കാലുകാർ. അവർ 2ലേക്ക് വ്യാഴം വരുമ്പോൾ ധാരാളം ധനസമ്പാദനത്തിനുള്ള ഒരു യോഗമുണ്ട്. ഈ വർഷം പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കടങ്ങളോ ലോണോ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഈ വർഷം ഒരു സമാധാനം തരുന്ന വർഷമായിരിക്കും. ഏതെങ്കിലും പണം കിട്ടാതെ ഉണ്ടെങ്കിൽ, ഇപ്പം ഏതെങ്കിലും പൂർവിക സ്വത്തുകളോ അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ടതായിട്ടുള്ള ഏതെങ്കിലും ധനമോ, നമ്മൾ കൊടുത്തിട്ട് കിട്ടാത്ത പൈസയോ, അങ്ങനെയുള്ള പൈസയൊക്കെ ഈ വർഷം കിട്ടും. ഒന്ന് ശ്രമിച്ചാൽ കിട്ടും. ആ പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ മേടക്കൂറുകാർക്ക് ഈ വർഷം ഉണ്ടാവില്ല. കാരണം ശനി 11 കൂടിയുണ്ട്. അതൊരു ചാരവശാൽ ശനി 11 ഒരു രാജയോഗ. അപ്പോൾ അതൊരു നല്ല ഫലമാണ്. മറ്റൊരു ഫലം, ഏതെങ്കിലും തരത്തിലുള്ള ഈ ജോലി സംബന്ധമായിട്ടുള്ള പ്രമോഷൻ അത് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് ലഭിക്കും. അതുപോലെ തന്നെ ഈ സന്താന ലബ്ധിയും കൂടി ലഭിക്കും. ഇപ്പം കുട്ടികൾ ഉണ്ടാവണില്ല, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ചികിത്സയോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കുറച്ചൊരു നല്ല ഫലം കിട്ടും. സന്താന ലാഭത്തിനുള്ള ഒരു വർഷം കൂടിയാണ്. അങ്ങനെ അശ്വതി, ഭരണി, കാർത്തിക കാല് എന്നുള്ള ആ മേടക്കൂറുകാർക്ക് ശുഭഫലം പറയുന്നു. രണ്ടാമത് ഈ കാർത്തിക മുക്കാല്, രോഹിണി, മകീരത്തിലര, ഇടവക്കൂറ്, അവർക്കൊരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമാണ്. കാരണം ഈ ജന്മക്കൂറിൽ വ്യാഴം നിൽക്കുന്നത് പൊതുവെ നല്ലതല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൂടാതെ 10ാം ഭാവത്തിൽ
ശനിയുണ്ട്, കണ്ടകശനി എന്ന് പറയുന്ന ആ ശനിയുണ്ട്. അപ്പം ഏറ്റവും അധികം ഇവരെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളിലാണ് അവനവൻ്റെ ആരോഗ്യത്തിലും അവനവൻ്റെ കർമ്മ മേഖലയിലും. കർമ്മ മേഖലയിൽ തന്നെ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഇപ്പം ഏതെങ്കിലും തരത്തിലുള്ള വാക്കുതർക്കങ്ങൾ ആ മേഖലയിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉയർച്ച അവിടെ ഇല്ലാതിരിക്കുക, അവിടെ തന്നെ ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടാവുക, ആ കർമ്മ മേഖലയിൽ പൊതുവെ ഒരു അസ്വസ്ഥത ഉണ്ടാവുക, ഒരു സുഖമില്ലായ്മ വല്ലാതെ വരിക നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്ന ആ മേഖലകളിൽ. അതുകൂടാതെ ഈ ചാരവശാൽ വ്യാഴം അവിടെ ഇടവക്കൂറിൽ നിൽക്കുന്നതുകൊണ്ട് പൊതുവെ ആരോഗ്യത്തിനും ഒക്കെ ഒരു ക്ലേശം ഉണ്ടാവും. അതുകൊണ്ട് ആ രാശിക്കാർ ശ്രദ്ധിച്ച് പോകണം ഈ ഒരു വർഷം. ഈ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആ ശനിയുടെ പകർച്ച എല്ലാം ആവുമ്പോൾ കുറച്ചും കൂടി ഒരു വ്യത്യാസം ഉണ്ടാവും. എന്നാലും ഏകദേശം ഒരു 6 മാസം, ആദ്യത്തെ ഒരു 6 മാസക്കാലം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഈ രാശിയുടെ ആദ്യഭാഗത്തിലേക്ക് വ്യാഴം പ്രവേശിക്കുന്ന സമയത്ത് ആ ആദ്യത്തെ കലകളിൽ, ആദ്യത്തെ ഒരു 10 കലകളിൽ സഞ്ചരിക്കുന്ന ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടുതലുണ്ടാവും. അതുകൊണ്ട് ഈശ്വരഭജനം, പ്രത്യേകിച്ചായിട്ടും ഗുരുവായൂരപ്പനെ ഭജിക്കുക, മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക, അയ്യപ്പസ്വാമിയെ പ്രീതിപ്പെടുത്തുക, ശനിയാണല്ലോ, അങ്ങനെയുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്തുകൊണ്ട് പോവുക. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പുതുതായിട്ട് എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് വീട് പണിയുക, അല്ലെങ്കിൽ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുക, അങ്ങനെയുള്ള ആളുകളൊക്കെ ഒന്നുകൂടി ആലോചിച്ചിട്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയനൊക്കെ എടുത്തിട്ട് തുടങ്ങിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറച്ചും കൂടിയൊക്കെ നീട്ടിവെച്ച് ഒരു അനുകൂലമായ ഗ്രഹസ്ഥിതി വരുമ്പോൾ തുടങ്ങുമായിരിക്കും നന്നാവുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മകീരത്തിൽ അര, പുണർദം, മകീരത്തിലര, തിരുവാതിര, പുണർദത്തിൽ മുക്കാല്, മിഥുനക്കൂറ് നല്ലൊരു ഫലം ഉള്ള സമയമാണ് ഇപ്പോൾ. കാരണം ഈ 9 ശനി നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ 12 വ്യാഴം ആണെങ്കിൽ കൂടി ഏകദേശം ഈ 9 ശനി കുറേ കാര്യങ്ങൾക്ക് നിങ്ങളെ സഹായിക്കും. അതിൽ ഒരു ഫലം പ്രത്യേകം പറയണത് എന്താണെന്ന് വെച്ചാൽ, അതൊരു പ്രത്യേക ഫലമാണ്. ഈ രഥത്തിലേറിയാലും വ്യാഴം 12 ദുഃഖം അനുഭവിക്കും എന്ന് പറയുന്ന ഒരു പ്രകരണമുണ്ട്. അതായത് ഒരു വലിയ രാജയോഗമോ അല്ലെങ്കിൽ വലിയ ഒരു സ്ഥാനലബ്ധിയോ ലഭിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം. പക്ഷെ വൈയക്തികമായിട്ട് വ്യക്തിപരമായ കാര്യങ്ങളിലൊക്കെ കുറച്ച് സമാധാനം കിട്ടുന്ന ഒരു ഫലമാണ്. കാരണം ഈ ശുക്രൻ്റെയും, ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷത്തെ ഫലം പറയുമ്പോൾ ഈ ശുക്രൻ്റെയും ശനിയുടെയും ബുധൻ്റെയും എല്ലാം ആ ഗ്രഹസഞ്ചാരം മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറയണത്. കേവലം വ്യാഴത്തെയോ ശനിയോ മാത്രം അടിസ്ഥാനമാക്കിയിട്ടല്ല പറയാം. അങ്ങനെ നോക്കുമ്പോൾ ഈ ശുക്രൻ്റെ ആ ചാരഫലവും ഈ കുജൻ്റെ ചാരഫലവും സൂര്യൻ്റെ വേറെ ഉണ്ട്, ഇതെല്ലാം കൂടി കുറച്ച് മിഥുനം രാശിക്കാർക്ക് അനുകൂലമായി വരുന്നതുകൊണ്ട് ആ വ്യാഴം 12 നിൽക്കുന്ന ദോഷം കുറേയൊക്കെ പരിഹരിക്കപ്പെടും. അതുകൊണ്ട് അയ്യോ വ്യാഴം 12 ധനനാശമാണ്, കഷ്ടപ്പാടാണ്, അങ്ങനെ വിചാരിക്കേണ്ട. കുറേ ആ 9 ശനി പറയുന്ന വഴി കൂടി പോയാൽ മതി. ആത്മീയമായ വഴികളിലൂടെ, സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗത്തിലൂടെ, മഹാത്മാക്കളുമായിട്ട് ഇടപഴകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ പോയാൽ മിഥുനം രാശിക്കാർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഈ വർഷം ഉണ്ടാവില്ല. അതിൽ കുറച്ചൊന്ന് നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ജൂലൈ മാസത്തിൽ ശുക്രൻ്റെയും കുജൻ്റെയും ഒക്കെ ഉള്ള ഒരു ചാരഫലം അനുസരിച്ച് ഈ വീട്ടിൽ വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ കലഹം. അതിപ്പോൾ ഒരു ഫലമാണോ എന്ന് ചോദിക്കാം, ഫലമല്ല. പക്ഷേ ചെറിയ ചെറിയ കലഹങ്ങളൊന്നും ഒരു ഫലമല്ല. പക്ഷെ വലുതായിട്ടുള്ള നിലയിലുള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണയോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാവാതെ നോക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജാഗ്രത പുലർത്തണം. അതേപോലെ തന്നെ പരസ്പര വിശ്വാസവും ബഹുമാനവും പുലർത്തിക്കൊണ്ട് തന്നെ വേണം ഈ മിഥുനം രാശിക്കാർ ഈ വർഷം പോകേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ദാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വ്യാഴം 12 എന്നതുകൊണ്ട് വലിയൊരു സാമ്പത്തിക നഷ്ടമോ അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല.
ഏതാണ്ടൊക്കെ കഴിഞ്ഞു പോകാം. പക്ഷെ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളിലോ എടുത്തുചാട്ടങ്ങളോ ഗാംബ്ലിങ്ങിലോ ഒന്നും ചെന്ന് പെട്ടരുത്. അതിനൊക്കെ പറ്റിയ സമയമാണ്. കാരണം വ്യാഴം 12 നിൽക്കുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഈ കാശ് കൊണ്ട് കളയാനുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടാവും. ഒരാവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു കുഴപ്പം പിടിച്ച സ്ഥലത്തിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ല അങ്ങ് ഏതെങ്കിലും വല്ല ചിട്ടികളിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ പണം പോകാനുള്ള സാധ്യത ആണുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് നമ്മുടെ പൈസയുടെ കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടി ചിന്തിച്ച് ഒരു പ്ലാൻ ചെയ്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെ ചിലവഴിക്കുകയോ ചെയ്താൽ വലിയ ബുദ്ധിമുട്ട് വരില്ല. മറ്റൊന്ന്, ഈ ഒരു സമയത്ത് ഏതെങ്കിലും വിദേശ യാത്രകൾ ഏതെങ്കിലും അങ്ങനെയൊക്കെ മനസ്സിൽ ആഗ്രഹമുള്ളവർക്ക് അതുമൊക്കെ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വർഷം. അപ്പം അതുകൊണ്ട് മിഥുനം രാശിക്കാരും വലിയൊരു കുഴപ്പമൊന്നുമില്ലാണ്ട് ഈ ഒരു വിഷുഫലത്തിൻ്റെ കടമ്പ ചാടിക്കടന്നിട്ടുണ്ട്. മറ്റൊന്ന്, പുണർവൃത്തിക്കാല്, ആയില്യം, പുണർദം, ആയില്യം. അപ്പോൾ അതിൽ വരണത് എന്താണെന്ന് വെച്ചാൽ ഈ കർക്കിടക രാശിക്കാർക്ക് ഈ പുണർദത്തിൽ കാല്, പൂയം, ആയില്യം എന്നുള്ള നക്ഷത്രക്കാർക്ക് 11 വ്യാഴമുണ്ട്, അഷ്ടമത്തിൽ ശനിയുണ്ട്. സാധാരണ ശനി അഷ്ടമത്തിൽ കുറച്ച് രോഗാദി ഉപദ്രവങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ഈ കേന്ദ്രഭാവത്തിൽ, അതായത് കണ്ടകശനിയെ പോലെയോ അല്ലെങ്കിൽ ജന്മശനി, ആ സമയത്തുള്ള ജന്മശനി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല. അപ്പോൾ വ്യാഴം 11 നിൽക്കുന്നതുകൊണ്ട് ആ ഫലം അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ വർഷം കർക്കിടകം രാശിക്കാർക്ക് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഈ പൂയം നക്ഷത്രക്കാർക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. ആ വ്യാഴത്തിൻ്റെ 11 സ്ഥിതി അവർക്ക് കുറച്ച് കൂടുതൽ നല്ലതായിരിക്കും. ഏതെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ അവർക്ക് ചിന്തിക്കാം, പ്രവർത്തിക്കാം, ആ പ്രവർത്തന മണ്ഡലത്തിലേക്ക് പോവാം. അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. ആയില്യംകാർക്കും അങ്ങനെ വലിയ ദോഷമൊന്നുമില്ല. പക്ഷെ ആയില്യംകാർ ഈ സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ അത് നമുക്കൊരു ചെറിയൊരു വീഡിയോയിൽ മുഴുവൻ ഈ ഗ്രഹസ്ഥിതി പറയാൻ പറ്റില്ല. ഈ ചില ഗ്രഹങ്ങൾ ഓരോരോ നക്ഷത്രങ്ങളിൽ സ്ഥിതി ചെയ്യും. അതും കൂടി നമ്മൾ ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിഗണിക്കുമ്പോൾ ആയില്യം നക്ഷത്രക്കാർ ആരോഗ്യപരമായ വിഷയങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഈ കലഹത്തിന് പുറപ്പെടരുത്, ആരുമായിട്ടും വഴക്കുണ്ടാക്കാൻ പോകരുത്. കേസ്, അങ്ങനെയുള്ള വിവാദങ്ങൾ, മത്സരങ്ങൾ, അതിലേക്കൊക്കെ ആയില്യംകാർ കുറച്ച് ഒഴിവാക്കി നിൽക്കുന്നത് നല്ലതാണ്. കുറച്ച് ക്ഷമ പരിശീലിച്ച് പോവേണ്ട ഒരു വർഷം കൂടിയാണ്. അങ്ങനെ ഒരു ക്ഷമയോടുകൂടിയൊക്കെ ജീവിക്കുകയാണെങ്കിൽ ഈ 11 വ്യാഴം നല്ല ഫലത്തെ തരും. എടുത്തു ചാടാനുള്ളൊരു വാസന ഉണ്ടാവും, അത് വേണ്ട. പൊതുവേ ഈ ഒരു 11 വ്യാഴത്തിൻ്റെ സ്ഥിതി, അതേപോലെ തന്നെ ഈ രാഹുവിൻ്റെ 9 സ്ഥിതി, ഇതുകൂടി വരുമ്പോൾ ഈ മാതാപിതാക്കൾക്ക് ഈ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകിച്ച് അച്ഛനൊക്കെ എന്തെങ്കിലും ഇപ്പോൾ അസുഖമായിട്ടിരിക്കുന്ന അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആരോഗ്യത്തിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് എന്തെങ്കിലും ആരോഗ്യപരമായ ദോഷങ്ങൾ ഉണ്ടാവാം. അതേപോലെ തന്നെ ഈ വിഷ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഉപദ്രവങ്ങൾ അതും ഉണ്ടാവും. അതിപ്പോൾ ഫുഡ് പോയിസൺ ആയാലും വിഷമായി. അപ്പോൾ അതുകൊണ്ട് വിഷസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അതുമെല്ലാം ശ്രദ്ധിച്ചു പോവേണ്ട ഒരു സമയമാണ് ഈ കർക്കിടകം കൂറുകാർക്ക്. പിന്നെയുള്ളതാണ് മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങക്കൂറ്. ആ സിംഹമാണ് ഉള്ളത്. ചിങ്ങം എന്ന് വെച്ചാൽ സിംഹമാണ്. അവർക്ക് 10 വ്യാഴാണ്. പറയും ഈ കർമ്മത്തിൽ ഗുരു, മർമ്മത്തിൽ പരു എന്ന് പറയും. അപ്പോൾ അവർക്ക് കർമ്മത്തിൽ 10ാം ഭാവത്തിൽ ഗുരുവാണ്. ഇപ്പോൾ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല, ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കും. ഈ ജോലി, വല്ല സർക്കാർ ജോലിയോ അങ്ങനെയുള്ള ബാങ്കുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു സെക്ഷനിൽ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് മാറ്റം, അവിടുന്ന് വേറെ സെക്ഷനിലേക്ക് മാറ്റം, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഈ ജോലി ചെയ്യുന്നവർക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങൾ, എക്സ്ട്രാ ഉത്തരവാദിത്തങ്ങൾ, ചുമതലകൾ, ഇതൊക്കെ തരും. കുറേ പണിയെടുക്കേണ്ടി വരും, ഒരു ലാഭവും ഉണ്ടാവില്ല. ഇപ്പോൾ സാലറിയുടെ ഒരു ഹൈക്കോ അങ്ങനെയൊന്നും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കുറേ പണിയെടുക്കുക നന്നായിട്ടോ എന്ന് നമ്മുടെ മേലധികാരിയുടെ കയ്യിൽ നിന്നൊരു വാക്കോ അതൊന്നും പ്രതീക്ഷിക്കണ്ട. ഈ ഒരു വർഷം നന്നായിട്ട് പണിയെടുക്കാൻ തയ്യാറായിക്കോളും.
ആ ഗുരുവിൻ്റെ ഫലം, വ്യാഴത്തിൻ്റെ ഫലം അങ്ങനെയാണ്. പക്ഷേ 7-ലെ ശനിയും കുറച്ച് ദോഷം ചെയ്യും. സപ്തമത്തിലെ ശനി ഈ പറഞ്ഞ പോലെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ആരോഗ്യത്തിനൊക്കെ സൂക്ഷിക്കണം. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഈ അസ്വസ്ഥതകൾ, കുടുംബപരമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കാം. നമ്മുടെ ഈ ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹം അതുണ്ടാവാം. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ വളരെ വിശ്വസിക്കുന്ന ആളുകൾ അതിന് പ്രതികൂലമായിട്ട് നമ്മളോട് പ്രവർത്തിക്കുക, ഇപ്പോൾ വഞ്ചിക്കുക, ചതിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ സന്താനങ്ങൾക്ക് അരിഷ്ടത ഉണ്ടാവും. സന്താനങ്ങളെ കൊണ്ട് കുറച്ചൊരു ക്ലേശമൊക്കെ ഈ ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടാവാം. അതും സൂക്ഷിച്ച് സന്താനങ്ങളുടെ കാര്യത്തിലും നമ്മളൊരു മനസ്സിരുത്തൽ വേണം. എന്നാലും പൊതുവെ വലിയ ദോഷമൊന്നുമില്ലാതെ തന്നെ ഈ വർഷം കടന്നു പോകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. അതിൽ തന്നെ ഈ ചിങ്ങമാസം കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം സൂര്യനും കൂടി അവിടെ വരുമ്പോൾ, കൂറിൽ വരുമ്പോൾ കുറച്ച് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഓണാഘോഷമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ആഘോഷിക്കുക 7-ലെ ശനി. കാരണം ഈ ചിങ്ങക്കൂറിലെ സൂര്യൻ, അതായത് ചിങ്ങം രാശിയിൽ ചിങ്ങമാസം, ആ ചിങ്ങം രാശിയിൽ സൂര്യൻ വരുമ്പോൾ ഈ ശനിയായിട്ട് പരസ്പര ദൃഷ്ടി വരികയാണ്. ആ സപ്തം ദൃഷ്ടി, പൂർണ്ണ ദൃഷ്ടി വരും. അത് കുറച്ചൊന്ന് സൂക്ഷിക്കണം. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ അഗ്നിബാധയോ അല്ലെങ്കിൽ കറണ്ട്, ഇടിമിന്നൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ വൃഥാകലഹങ്ങൾ, നമ്മുടെ ആരോഗ്യത്തിനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ വന്നു കൂടാൻ പറ്റിയ ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ചിങ്ങം രാശിക്കാർ അത് സൂക്ഷിക്കണം. അടുത്തത് ഉത്രത്തിൽ മുക്കാല്, അത്തം ചിത്തിര, ചിത്രയിൽ അര, ചിത്രയുടെ പകുതി അപ്പുറത്താണ് ഈ നക്ഷത്രക്കാർ. ചിത്രയുടെ ആദ്യത്തെ 2 പാദത്തിലുള്ളവർ പൊതുവേ നല്ല ഫലമാണ്. വ്യാഴം 9-ലുണ്ട്. വ്യാഴം 9-ലായതുകൊണ്ട് തന്നെ നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവും. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് സ്വസ്ഥതയാണല്ലോ. ഒരു സ്വസ്ഥത ഉണ്ടാവും. വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലോ, നമ്മളുടെ വീട്ടിലാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലാണെങ്കിലോ ഒക്കെ നമുക്കൊരു ബഹുമാന്യതയും, നമുക്കൊരു പദവിയും, ഒരു സമാധാനവും, കുറച്ച് ഐശ്വര്യങ്ങളും, നമുക്ക് ആഗ്രഹിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളാണോ അതൊക്കെ നടക്കും. ഈ വിവാഹം നടക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ, ഈ ഉത്രത്തിമുക്കാല്, അത്തം, ചിത്രയിലര, അങ്ങനെ കല്യാണം നടക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ആലോചിച്ചാൽ കല്യാണം നടക്കും. ഇപ്പം കല്യാണ പ്രായമൊക്കെ ആയി കല്യാണത്തിന് തയ്യാറായിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ നല്ല ഭർത്താവിനെയോ ഭാര്യയോ ഒക്കെ കിട്ടും. അതുകൊണ്ട് ഈ സമയത്ത് ഈ ഒരു വർഷം കല്യാണം കഴിച്ചോളൂ. ഈ അനുകൂലമായ ഗ്രഹസ്ഥിതി ഉണ്ടാവുമ്പോൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് പറയാം. അത് നമുക്ക് അനുകൂലമായിരിക്കും. ഇപ്പം ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനമല്ലേ വിവാഹമൊക്കെ. അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാം. അതേപോലെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാം, പുണ്യം വർദ്ധിപ്പിക്കാം. ഈ പുണ്യവർദ്ധനവിന് ഏറ്റവും അനുകൂലമായ സമയമാണ് വ്യാഴം 9-ൽ നിൽക്കുമ്പോൾ. ഈ പുണ്യം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാം, പുണ്യകർമ്മങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യഗ്രന്ഥങ്ങളുടെ പാരായണം ചെയ്യാം. ഇതൊക്കെ ചെയ്യാൻ പറ്റിയൊരു സമയം. അപ്പോൾ ചോദിക്കാം, ഇതൊക്കെ ചെയ്താൽ എന്താ പ്രയോജനം? പുണ്യം ലഭിക്കും എന്ന് പറഞ്ഞാൽ, ഈ പുണ്യം എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പോസിറ്റാണ്. നമ്മൾ പറയില്ലേ, സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കായ്വത്ത് തിന്നാം, അങ്ങനെ ഒരു ഇതല്ലേ. അതേപോലെ ഈ സമയത്ത് ഈ പുണ്യകർമ്മങ്ങൾ നമ്മൾ ചെയ്ത് ആ പുണ്യകർമ്മങ്ങളുടെ ആ ഒരു ഡിപ്പോസിറ്റ് നമ്മൾ കൂട്ടിയാൽ വരാൻ പോകുന്ന കഷ്ടകാല സമയങ്ങളിലൊക്കെ ഈ പുണ്യം നമുക്ക് ഉപകാരമാകും. ആ സമയത്ത് ഈ പുണ്യം ഉപകരിക്കും. അപ്പം അതുകൊണ്ട് ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യുക, ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുക, നാമജപങ്ങൾ ചെയ്യുക, അതിനൊക്കെ പറ്റിയൊരു സമയമാണ്. വേറെ വല്ലാത്ത കുഴപ്പങ്ങളൊന്നുമില്ല. അതായത് ഈ തുലാമാസം മാത്രം ഒന്ന് ആ രാശിക്കാരൊന്ന് ശ്രദ്ധിക്കണം. ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്, ഏതെങ്കിലും ധനം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ, ഇപ്പോൾ ഷെയർ സ്റ്റോക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണവരൊക്കെ ആ സമയത്തൊക്കെ ഒന്ന് നമ്മൾ ചെയ്യാം. കാരണം പൊതുവേ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറയണമല്ല, എന്നാലും പറയുകയാണ്, കുറച്ചൊരു ബിയറിഷ് ട്രെൻഡ് കാണിക്കാവുന്ന
ഒരു സ്റ്റോക്ക് മാർക്കറ്റാണ് ഈ വിഷുഫലത്തിൽ വരുന്നത്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം. അത് ഞാൻ പിന്നീട് അത് പറഞ്ഞു തരാം. അപ്പോൾ പൊതുവെ അതാണ് കന്നി കൂറുകാരുടെ ഫലം. ചിത്രയിൽ അര, ചോതി, വിശാഖത്തിൽ മുക്കാല്. അവർക്ക് അഷ്ടമത്തിൽ വ്യാഴം, അഞ്ചിൽ ശനി. സമ്മിശ്ര ഫലമാണ്, സമ്മിശ്രമായ ഫലമാണ്. അഷ്ടമത്തിലെ വ്യാഴം വല്ലാതെ ഉപദ്രവിക്കുന്ന ഒരു ഗ്രഹമല്ല. കുറച്ച് ഈശ്വരാധീനം ഉണ്ടാക്കിയെടുത്താൽ ഈ അഷ്ടമ വ്യാഴത്തിന്റെ ദോഷത്തെ നമുക്ക് മറികടക്കാം. അഞ്ചിലെ ശനിയും ചാരവശം നല്ലതാണ്. നല്ല നല്ല കാര്യങ്ങൾ നടക്കും, നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, പുതിയ എന്തെങ്കിലും സംരംഭങ്ങളിൽ ഏർപ്പെടാം, പുതിയ നല്ല സൗഹൃദങ്ങൾ നമുക്ക് വന്നു ചേരും, പുതിയതായിട്ടുള്ള ആശയങ്ങൾ നമുക്ക് വന്നു ചേരും, ആ ആശയങ്ങൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം, നമുക്കത് നടപ്പിൽ വരുത്താം, അതുകൊണ്ടുള്ള ലാഭം ഉണ്ടാവും. അതൊക്കെ ഈ അഞ്ചിലെ ശനിയുടെ ഫലമാണ്. പൊതുവെ എല്ലാവരുമായിട്ടൊരു സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഭാര്യാഭർത്തൃ ബന്ധം നല്ലതായിരിക്കും, ഒന്നൊരു വിഷയമില്ല. ഈ ആദ്യം പറഞ്ഞ പോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ നാട്ടിൽ വരാനോ പോകാനോ ഒക്കെ കിട്ടും. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ എന്താ പറയുക, ഈ ചില വിസയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ടാവുമല്ലോ, PR എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രതീക്ഷ, അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അവർക്കൊക്കെ അത് കിട്ടും. ഈ ചിത്രയിൽ അര, തുലാക്കൂറുകാർക്ക് ചിത്രയിൽ അര, ചോതി, വിശാഖത്തിൽ മുക്കാല് എന്നുള്ള നക്ഷത്രക്കാർ അവർ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് അവർ കഷ്ടപ്പെടുന്നൊരു സമയം ആണെങ്കിലും ഈ ഒരു വിഷുഫലം അവർക്ക് അനുകൂലമാണ്. അവർ നടക്കാതെ ഇരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഈ വർഷത്തിൽ നടക്കും. നമ്മൾ ജീവിതത്തിൽ വല്ലാണ്ട് അങ്ങോട്ട് മുങ്ങിപ്പോകുന്ന സാഹചര്യത്തിൽ അവിടെ നിന്നും ഒരു രക്ഷാകരം, നമ്മളെ രക്ഷിക്കാനുള്ളൊരു കൈ, ഈശ്വരൻ്റെ ഒരു കൈ പ്രത്യക്ഷപ്പെട്ട് നമ്മളെ രക്ഷപ്പെടുത്തും. അതുകൊണ്ട് അനുകൂലമായ സാഹചര്യമാണ്. ഈശ്വരഭജനം നന്നായിട്ട് വേണം. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാണ്ട് ഒന്നിനും ഇറങ്ങി പുറപ്പെടരുത്. ഈ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ, വ്യാഴം ഗുരുവാന്ന് എല്ലാവർക്കും അറിയാലോ. ഈ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ കുരുത്തക്കേട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് മേടിക്കാൻ വളരെ സാധ്യതയുള്ള സമയം ഗുരുത്തമില്ലായ്മ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഈ ഗുരുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട സമയത്ത് വേണ്ടതുപോലെ തോന്നുക എന്നുള്ളതാണ്. അതിനാണ് ഗുരുത്വം എന്ന് നമ്മൾ പറയാം. അപ്പം ഈ വ്യാഴമൊക്കെ അഷ്ടമത്തിലാവുമ്പോൾ ഇതുണ്ടാവില്ല. ഈ വേണ്ട സമയത്ത് വേണ്ട പോലെ തോന്നൂല, അതിന് പകരം തിരിച്ചു തോന്നും. വേണ്ടാത്ത സമയത്ത് വേണ്ടാത്ത പോലെ തോന്നിയ കുഴപ്പമായി, പിന്നെ ചെയ്യുന്ന കാര്യമൊക്കെ അപകടത്തിലായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഇത് ശ്രദ്ധിക്കണം. അഷ്ടമ വ്യാഴമുണ്ട്, പക്ഷെ ശനി കുറേയൊക്കെ സഹായകമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ചൊവ്വയുടെയും ശുക്രൻ്റെയും ആ സഞ്ചാരപഥം ഒന്നും അത്ര ഒരു മോശമായിട്ടുള്ള ഒരു അവസ്ഥയല്ല. ഏതാണ്ട് ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ തന്നെ ഈ രാശിക്കാർക്ക് ധനാഗമനത്തിനും ഐശ്വര്യത്തിനും ഏതെങ്കിലും ഉന്നത പദവിക്കും ഒക്കെയുള്ള സാധ്യത ഉണ്ട്. അതിനുവേണ്ടി ആ സമയത്ത് ശ്രമിക്കുക. വിശാഖത്തിക്കാല് അനിഴം, തൃക്കേട്ട, വൃശ്ചികക്കൂറ്. എപ്പോഴും ഈ വൃശ്ചികക്കൂറുകാർ കുറച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ട് എപ്പോഴും അനുഭവിക്കുന്ന ആൾക്കാരാണ്. കാരണം ഈ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രൻ്റെ ഒരു നീചസ്ഥിതി ഈ വൃശ്ചികം രാശിയിലാണ് വരിക. വൃശ്ചികം രാശിക്കാർ കുറച്ച് ഈ ഭാഗ്യത്തിന് വേണ്ടി കുറച്ച് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഭാഗ്യം പിടിച്ചു മേടിക്കേണ്ട ആൾക്കാരാണ്. ജന്മനാ അവർക്ക് കുറച്ച് ഭാഗ്യത്തിൻ്റെ ഒരു കുറവൊക്കെ ഉണ്ടാവാം. കാരണം ഈ ഭാഗ്യാധിപനായിട്ടുള്ള ചന്ദ്രനാണല്ലോ ഈ രാശിയിൽ നിജസ്ഥനായിട്ട് നിൽക്കുക. ഇപ്രാവശ്യം അവരുടെ ഗ്രഹസ്ഥിതിയിൽ 4 ശനിയുണ്ട്, 7 വ്യാഴമുണ്ട്. സ്ഥിരമായിട്ട് നിൽക്കുന്ന 2 ഗ്രഹങ്ങൾ. കുറച്ച് മനസ്സിന് വിഷമമൊക്കെ ഈ വർഷം ഉണ്ടാവും കേട്ടോ. തയ്യാറായിട്ടിരുന്നോളൂ. മനസ്സിനൊക്കെ ശക്തിപ്പെടുത്താൻ തയ്യാറായിക്കോളൂ. 4 ശനി കുറച്ചൊക്കെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തരും. പൊതുവേ വൃശ്ചികക്കൂറുകാർക്ക് ശനി കുറച്ചൊരു ബുദ്ധിമുട്ട് തരുന്നൊരു ഗ്രഹമാണ്. അപ്പോൾ 4 നല്ല ബലവാനായിട്ടാണ് ശനിയുടെ നിൽപ്പ്. അത് വൃശ്ചികം രാശിക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഈ നമുക്ക് ഏറ്റവും നമ്മുടെ ഒരു സെൻസിറ്റീവായ ഭാഗം, അല്ലെങ്കിൽ ഏറ്റവും ഒരു ദുർബലമായ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണല്ലോ. ഇപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മക്കള്, അങ്ങനെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ കുടുംബം, അവർ തമ്മിലുള്ള കലഹങ്ങൾ,
അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള തെറ്റിദ്ധാരണ, ഇതൊക്കെ നമുക്ക് വളരെ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ. അതൊക്കെ ഈ സമയത്ത് ഉണ്ടാവാം. ആൾക്കാർ പറയും എത്ര പൈസ ഇല്ലെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും പരസ്പരം സ്നേഹത്തോടെ ഒന്ന് കഴിഞ്ഞാൽ എത്ര നന്നായിരുന്നു എന്ന് പറയാറുണ്ട്. പലരും പറയും അതാവശ്യമാണല്ലോ. അപ്പം അങ്ങനെയുള്ള ആ പരസ്പരം കുടുംബത്തിനകത്തുള്ള സ്നേഹവിശ്വാസങ്ങൾ നഷ്ടപ്പെടാതെ ഈ വർഷം വൃശ്ചിക കൂറുകാർ ശ്രദ്ധിക്കണം. അതേപോലെ സാമ്പത്തികമായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവാം. അതേപോലെ വല്ലാതെ ടെൻഷനും, നമ്മൾ പറയുമല്ലോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവുക, ഈ ഉത്കണ്ഠ ഉണ്ടാവുക, അതൊക്കെ ഈ സമയത്ത് ഉണ്ടാവാം. 7 വ്യാഴം ഒരു സമാധാനമാണ്, അല്ലാന്ന് ഞാൻ പറയണില്ല. ഈശ്വരാധീനം ഉണ്ടാവും, ദൈവാധീനം ഉണ്ടാവാം. അതേപോലെ തന്നെ വിദേശവാസത്തിനുള്ള യോഗമുണ്ട്. ഏതെങ്കിലും ട്രാൻസ്ഫറോ കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ കിട്ടിയേക്കാം. അതാണ് വിദേശവാസം. വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നതിനൊന്നും വിദേശവാസം നമുക്ക് പറയാൻ പറ്റില്ല. അത് സന്തോഷത്തോടെ പോകുന്നൊരു ഇതല്ല. വിദേശവാസം എന്ന് പറഞ്ഞാൽ കുറച്ച് സന്തോഷം ഇല്ലാണ്ട് പോകേണ്ട വരിക, അതിനാ വിദേശവാസം എന്ന് പറയാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പൊതുവെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു വർഷം. വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന കുട്ടികൾ കുറച്ചും കൂടി അധികം ശ്രദ്ധിക്കണം. കാരണം മനസ്സ് ഓരോരോ മേഖലകളിലേക്ക് വ്യാപരിക്കാൻ, അതായത് വിദ്യാഭ്യാസത്തിന് അനുകൂലമല്ലാത്ത മറ്റ് മേഖലകളിലേക്ക് വ്യാപരിക്കാൻ വളരെ സാധ്യതയുണ്ട്. മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചാഞ്ചല്യം വരാൻ നല്ല സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. ഏതെങ്കിലും മത്സര പരീക്ഷ എഴുതുന്നവർ, അതേപോലുള്ള ഏതെങ്കിലും വലിയ വലിയ എക്സാം ഒക്കെ എഴുതുന്നവർ ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അവർ ഈ ദുർഗാ ഭഗവതിയെ പ്രത്യേകമായിട്ട് ഭജിക്കുന്നത് നന്നായിരിക്കും. പൗർണമി പൂജ ചെയ്യാൻ കഴിയുന്നവർ എല്ലാ പൗർണമിക്കും പൂജ ചെയ്യുന്ന ഭുവനേശ്വരി പൂജയോ അല്ലെങ്കിൽ ദേവീ പൂജയോ അങ്ങനെയുള്ള പൂജകൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ഈ കലഹങ്ങൾ, അതേപോലെ ശത്രുക്കൾ ഉണ്ടാവുക, ധാരാളം ശത്രുക്കൾ ഉണ്ടാവുക, ആ ശത്രുക്കൾ നമുക്കെതിരെ പ്രവർത്തിക്കുക, നമ്മളെ പരാജയപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുക, ആ ശത്രുക്കളുടെ ഉപദ്രവം കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ഇതൊക്കെ ഈ വർഷം ഉണ്ടാവാം. അപ്പം അതിനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒഴിവായി പോവുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാട് കഴിക്കുക. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ പറയും, ഇപ്പം ഇംഗ്ലീഷിൽ പറയും ഒബേ ദ ഹാർട്ട് എന്ന് പറയും, അതായത് നമ്മുടെ ഹൃദയത്തെ അനുസരിക്കുക. അതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ശങ്ക വരുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, പക്ഷെ നമ്മളത് പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ആ മനസ്സ് പറയുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. മനസ്സ് പറയുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് ഇതുപോലെ സാഹചര്യങ്ങൾ മനസ്സ് പറയുകയാണ് എനിക്ക് എന്തോ ഇന്ന പോലെ ഒരു ശത്രുബാധ ലക്ഷണം ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോയെന്ന് തോന്നുവാണെങ്കിൽ അതിന് വേണ്ടതായ പരിഹാരങ്ങൾ അപ്പോൾ തന്നെ ചെയ്തോളണം. അത് വേണ്ട, എൻ്റെ തോന്നലാവുന്ന കരുതി ഈ കൂറുകാർ ഇരിക്കണ്ട. വൃശ്ചികം രാശിക്കാർ, വൃശ്ചികക്കൂറുകാർ. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാലം. അവർക്കും ഗുണദോഷ സമ്മിശ്ര ഫലമാണ്. ഈ ശനി 3-ാം ഭാവം നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. ഭാവഗ്രഹം 3-ാം ഭാവം നിൽക്കുന്നത് നല്ലതാണ്. പക്ഷെ വ്യാഴം 6-ൽ പോയത് എന്തൊക്കെ കഷ്ടപ്പെട്ട ഏതൊക്കെ കഷ്ടപ്പാട് ചെയ്താലും അതിനൊരു ഫലം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പം അതിന് വേണ്ടതായ പരിഹാരങ്ങൾ, വൈഷ്ണവ പ്രീതി കാര്യങ്ങൾ വരുത്തണം. അതേപോലെ തന്നെ ഈ ആരോഗ്യ വിഷയത്തിൽ അവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ചെവിക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഈ കൂറുകാർക്ക്, ചെവി സംബന്ധമായിട്ടുള്ള. അത് ചിലപ്പോൾ ഇതിൻ്റെ ഇയർ ബാലൻസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കുഴപ്പങ്ങളോ അല്ലെങ്കിൽ ചെവിയുടെ കേൾക്ക വരിക, ചെവിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരിക. അപ്പോൾ അതൊക്കെ നോക്കണം. പൊതുവെ ഒരു രോഗകാലം കൂടി ആയതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ മിഥുനമാസത്തിൽ കുറച്ച് കൂടുതലൊന്ന് ശ്രദ്ധിച്ചോളൂ. ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വരാൻ ഒരു സാധ്യത ഉണ്ട്. ഈ ധന വിഷയത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഈ 3-ൽ നിൽക്കുന്ന ശനി കുറേ നമ്മളെ സഹായിക്കും. ഇപ്പോൾ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർ, അവർക്ക് ആ വീട് പണി കാര്യങ്ങളൊക്കെ നടക്കും. കാരണം അതൊരു പൈസ ചിലവാക്കണ കാര്യമാണ്, അതേ സമയത്ത് തന്നെ ഒരു നല്ല കാര്യമാണല്ലോ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പോൾ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങണം, കുറച്ച് പൈസ അതിൽ ചിലവാകുമല്ലോ, പക്ഷെ ബിസിനസ് തുടങ്ങാനും പറ്റും. ആദ്യം കുറച്ചൊരു ബുദ്ധിമുട്ട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായാൽ പോലും അത് പതുക്കെ മുന്നോട്ട് പോകും.
അപ്പം അങ്ങനെയുള്ളൊരു ഫലമായിരിക്കും അതുകൊണ്ട് ഈ ഗുണദോഷ സമ്മിശ്രം എന്ന് പറയണത്. അല്ലാണ്ട് ഇന്നും തൊടാതെ പറയുന്ന കാര്യമല്ല. ഈ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് ചെറിയൊരു സമയം കൊണ്ട് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് അത്രയും അത് വിശദീകരിക്കാത്തത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഫലമായിരിക്കും. പ്രത്യേകിച്ച് ഈ സഹോദരന്മാരിൽ നിന്നൊക്കെ എന്തെങ്കിലും നല്ല ഗുണം കിട്ടും. സഹോദര സ്ഥാനത്തുള്ളവർക്ക് വളർച്ച, ഉയർച്ച ഒക്കെ ഉണ്ടാവും. നമ്മുടെ മാതൃസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് കുറച്ച് കഷ്ടകാലം ഉണ്ടാവും. നമ്മൾ ജനിച്ച ഗ്രഹം, ആ വീടിൻ്റെ കാര്യത്തിനും ഒക്കെ ഒന്ന് നോക്കണം. ഈ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഈ രാഹു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഈ മനസ്സ് അസ്വസ്ഥമായിരിക്കും. അമ്മയുടെ ആരോഗ്യം മോശമാവും, അതേപോലെ തന്നെ മനസ്സ് അസ്വസ്ഥമാവും. പല നെഗറ്റീവ് ചിന്തകൾ കൂടുതലായിട്ട് നമുക്ക് വരാം. നമ്മുടെ കാര്യങ്ങൾ നടക്കണില്ല എന്ന് നമുക്ക് തോന്നാം. ഇതൊക്കെ ഒരു തോന്നലാണ്. കുറച്ച് ക്ഷമിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു കുറച്ച് മാനസിക സമ്മർദ്ദത്തിലും കൂടി ഈ നക്ഷത്രക്കാർ, ഈ മൂലം, പുരാടം, ഉത്രാടത്തിക്കാലം എന്നുള്ള ആ നക്ഷത്രക്കാർ, ധനുരാശി നക്ഷത്രക്കാർ, ധനുക്കൂറുകാർക്ക് ഇങ്ങനൊരു ഫലമുണ്ട്. അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. അടുത്തത് ഉത്രാടത്തിൽ മുക്കാല്, തിരുവോണം അവിട്ടത്തിൽ അര, മകരം രാശി. നല്ല ഫലമാണ്. നല്ല ഫലമായിട്ട് തന്നെ കൂട്ടാം. 5 വ്യാഴം ഉണ്ടല്ലോ, ഏറ്റവും നല്ല ഫലമാണ്. 9 വ്യാഴത്തെ പോലെ തന്നെയാണ് 5 വ്യാഴം. അപ്പോൾ ഈ കന്നിരാശിക്കാർക്ക് പറഞ്ഞ നല്ല ഫലങ്ങളൊക്കെ ഇവിടെ ഇവരും അനുഭവിക്കും. 2 ശനി എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, 7 ശനി അങ്ങോട്ട് പോണ പോക്ക് എന്ന് പറയുന്നൊരു പോക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കാം. ആ ശനി അങ്ങോട്ട് മാറുന്ന സമയത്ത് വരുന്ന 2025 ഫെബ്രുവരി മാർച്ച്, ഒരു ജനുവരി തൊട്ട് ഒരു ജാഗ്രത, പ്രിക്കോഷൻ എടുത്തോളൂ. അവിടെ മാത്രമേ അതിൻ്റെ കുഴപ്പമുള്ളൂ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നും വരില്ല. അതുകൊണ്ട് അങ്ങനെ പേടിക്കണ്ട. പിന്നെ ദാമ്പത്യ കലഹം വരാൻ ഒരു സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഒരു ഫലമായിട്ട് പലർക്കും ഇപ്പോൾ തോന്നണില്ല. ദിവസവും കലഹമുണ്ട്, അങ്ങനെയല്ല, അങ്ങനെ വിചാരിക്കണ്ട. വളരെ സ്നേഹമായിട്ടൊക്കെ ഇരിക്കുന്നവർ തമ്മിൽ കലഹമൊക്കെ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാവാതെ നമ്മൾ സൂക്ഷിക്കുക. ഈ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നടക്കും. അതേപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റേതായ ഗുണമുണ്ടാവും. സൽക്കർമ്മങ്ങൾ വിചാരിച്ചാൽ നടക്കും. കുട്ടികളുണ്ടാവും. കുട്ടികൾ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കുട്ടികളുണ്ടാവും. ഈ നക്ഷത്രക്കാരെപ്പോഴും കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാലമാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ജീവിച്ചു പോകണം. കാരണം ഈ കുട്ടികൾ ജനിക്കാൻ സാധ്യതയുള്ള സമയങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുട്ടികൾ ജനിക്കുകയും അബോർഷൻ എന്നുള്ള മഹാപാപം നമ്മൾ ചെയ്യേണ്ടി വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയമാണ്. ഇതൊക്കെ ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ജ്യോതിഷം ധർമ്മശാസ്ത്രമാണ്. അധർമ്മം ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന ശാസ്ത്രമാണ് ജ്യോതിഷം, ധർമ്മശാസ്ത്രം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് പറഞ്ഞത്. അത്ര തന്നെ ഉള്ളൂ. പൊതുവെ ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ്. കാര്യമായ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഈ മകരക്കൂറുകാർക്ക് ഇല്ല. മകരക്കൂറുകാരുടെ ഒരു സ്വഭാവം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയുള്ളൊരു മനസ്സാണ്. അത് വേണോ, ഇത് വേണോ, അത് വേണോ, ഇത് വേണോ, അത് ശരി, ഇത് ശരി, ഇതിങ്ങനെ ഒരു പിടിവലി മനസ്സിലുണ്ടാവും. ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഈ സമയത്ത് 5 വ്യാഴം ഉള്ളതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒക്കെ ഉള്ള ക്ലാരിറ്റി ഒക്കെ ഈ സമയത്ത് കിട്ടും. ഏതെങ്കിലും തീരുമാനം എടുക്കാനുള്ള വിഷയങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തീരുമാനം എടുത്തോളൂ. സത്യമായ കറക്റ്റായ തീരുമാനം, റൈറ്റ് ഡിസിഷൻ നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റും 5 വ്യാഴമുള്ള സമയമല്ലേ. അപ്പം അങ്ങനെ അത് ചെയ്തോളൂ. അടുത്തത് ഈ അവിട്ടത്തിൽ അര, ചതയം, പൂരുട്ടാതി കാലമാണ്. അപ്പം അതിൽ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നക്ഷത്രക്കാർക്ക് ഈ ജന്മശനിയാണ്. അപ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. 4 വ്യാഴം അത്ര കാര്യമായിട്ട് സഹായിക്കില്ല. കാരണം ഈ ബന്ധുജന കലഹം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വാദപ്രതിവാദങ്ങളിൽ പോവുക, ധനനഷ്ടങ്ങൾ വരിക, ഇങ്ങനെയുള്ള ഫലമൊക്കെ ഈ 4 വ്യാഴം നമ്മൾ ചാരവശാൽ അത് പൊതുവെ രാശിഫലത്തിലൊക്കെ നല്ലതാണെങ്കിൽ ഈ ചാരവശാൽ 4 വ്യാഴത്തിന് അത്ര നല്ല ഫലം പറയുന്നില്ല. പിന്നെ ജന്മശനിയും കൂടി വരുമ്പോൾ വളരെ വളരെ സൂക്ഷിക്കണം.
ഈ മെഡിക്കൽ ചെക്കപ്പൊക്കെ ഒരു മാസ്റ്റർ മെഡിക്കൽ ചെക്കപ്പ് എടുക്കാൻ പറ്റിയ സമയമാണ്. എടുത്തോളൂ. കാര്യം ആരോഗ്യത്തെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ ശനി പോണ സമയത്ത് എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് ഈ ധനപരമായ വിഷയത്തിന് സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ജോലി സംബന്ധമായ വിഷയത്തിനും അങ്ങനെയുള്ള ജോലി പോവുക, അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് കിട്ടുക, ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ വരുന്ന ഒരു വിഷയം ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാൽ നമുക്ക് വേണ്ട പോലെ ജോലി നമ്മുടെ കർമ്മ മേഖലയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വരിക, അങ്ങനൊരു ഫലമുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അതേപോലെ നമ്മുടെ ബന്ധുജനങ്ങളൊക്കെ ആയിട്ടുള്ള ആ ഒരു മൈത്രി അത് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകണം. അനാവശ്യമായിട്ട് നമ്മളെ സംശയിക്കാൻ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു തുറന്ന പുസ്തകം പോലെ ഈ സമയത്ത് ജീവിക്കുക. സംശയാസ്പദമായ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്യണ്ട. നമ്മൾക്ക് സംശയാസ്പദമായ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യണ്ട. നമ്മളെ മറ്റുള്ളവർക്ക് സംശയിക്കാൻ പാകത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യണ്ട. അതൊക്കെ നമ്മുടെ സമാധാനത്തെ ഇല്ലാണ്ടാക്കും. കുടുംബ സമാധാനം എന്ത് വില കൊടുത്തും നമ്മൾ നിലനിർത്തേണ്ടതാണ്. നമ്മുടെ സന്തോഷങ്ങളിൽ ഏറ്റവും പ്രധാനം കുടുംബ സമാധാനവും കുടുംബത്തിലെ സന്തോഷവും ഒക്കെയാണ്. പഠിക്കുന്ന കുട്ടികൾ വളരെ ശ്രദ്ധിക്കണം. വിദ്യയ്ക്കൊക്കെ എന്തെങ്കിലും തടസ്സം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെ നോക്കി വേണ്ടതായ പരിഹാരങ്ങളൊക്കെ ചെയ്യണം. മൂകാംബികാ ദർശനം ഒക്കെ ചെയ്യണം. ഹനുമാനെ ഭജിക്കുക. ഈ ആരോഗ്യകാര്യത്തിന് മൃത്യുഞ്ജയ ഹോമം ചെയ്യാം, അല്ലെങ്കിൽ കറുകഹോമം ചെയ്യാം. ഇങ്ങനെയുള്ള ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകേണ്ട ഒരു സമയമാണ്. പിന്നെ ഉള്ളതാണ് ഈ പുരുട്ടാതി കാല്, ഉത്രട്ടാതി, രേവതി, മീനക്കൂറുകാർ. 3 വ്യാഴം സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കും. 2 നിന്നപ്പോൾ വ്യാഴം തന്ന ധനമൊക്കെ ചിലപ്പോൾ ഈ 3 വ്യാഴം ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകുമെന്നൊരു സംശയം. അതുകൊണ്ട് ഈ ധനപരമായ വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കണം. വരവ് എത്രയെന്ന് അറിഞ്ഞ് അനുസരിച്ച് ചിലവാക്കാവും. ഏതൊക്കെ തരത്തിൽ ചിലവ് ഒഴിവാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒഴിവാക്കണം. ലോൺ വല്ലാണ്ട് എടുക്കണ്ട. ഏതെങ്കിലും ലോൺ അടയ്ക്കാതെ ഉണ്ടെങ്കിൽ അടച്ചോളൂ, അല്ലെങ്കിൽ ജപ്തി നോട്ടീസ് വരും ഉറപ്പായി. വ്യാഴം 3 സമയത്താണ്. ശരിക്കും ഈ ഞങ്ങൾ ജ്യോത്സ്യന്മാരുടെയൊക്കെ പലപ്പോഴും ഒരു അനുഭവത്തിൽ കാണുക, ഈ ചാരവശാൽ വ്യാഴം 3 നിൽക്കുമ്പോഴാണ് ഭയങ്കര കഷ്ടമുള്ള ആൾക്കാർക്ക്. കണ്ടകശനിയേക്കാൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് ഈ വ്യാഴം 3 നിൽക്കുമ്പോൾ കാണിക്കാറുണ്ട്. ഇതൊരു ഒരു സാമാന്യമായ ഫലമാണ് കേട്ടോ. കാര്യം ജാതകത്തിൽ വ്യാഴം അപകടമാണെങ്കിലാണ് ഏത് ഗ്രഹവും, ശനിയോ വ്യാഴമോ ഒക്കെ ജാതകത്തിൽ അപകടമാകുമ്പോഴാണ് ഈ ഫലങ്ങൾ വരിക. ഒരു ഗ്രഹത്തിൻ്റെ നമ്മളിതിപ്പോൾ ഒരു ജനറലായിട്ട് പറയണമെന്നുള്ളൂ. ഇതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള ഫലം അറിയണമെങ്കിൽ ജാതകം തന്നെ വേണം. ഇപ്പോൾ ഉദാഹരണം വ്യാഴം ജാതകത്തിൽ നീചമാണ്, മൗഢ്യമാണ്, അല്ലെങ്കിൽ ഷഡ്വർഗത്തിലെ മുഴുവൻ പാപസ്ഥിതിയാണ്, അല്ലെങ്കിൽ ഒരു ഉദാഹരണമാണ് വ്യാഴം 22-ാം ദ്രക്കാണാധിപനാണ്. ഇങ്ങനെയുള്ള അനിഷ്ടസ്ഥിതിയിലാണെങ്കിൽ ആ വ്യാഴം തകർത്തെടുക്കും. ശനിയാണെങ്കിലും അങ്ങനെ തന്നെ, ചൊവ്വയാണെങ്കിലും അങ്ങനെ തന്നെ. എങ്ങനെയാണ് പലപ്പോഴും ഈ ഞങ്ങൾ ഈ രോഗവിഷയത്തെ നോക്കുമ്പോൾ ഈ 22-ാം ദ്രക്കാണാധിപൻ എന്ന് പറയുന്ന ജാതകത്തിൽ ഒരാളുണ്ട്. ആ ജാതകം നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഒരു ഗ്രഹം ഉണ്ടാവും 22-ാം ദ്രക്കാണാധിപൻ. ഇയാൾ ഇങ്ങനെ കറങ്ങി ജന്മത്തിൽ വരുന്ന സമയത്ത് അസുഖം വരുന്നുള്ള കാര്യം ഉറപ്പാണ്. അയാൾ പോയി കഴിഞ്ഞാൽ അസുഖം മാറുകയും ചെയ്യും. അങ്ങനെയാണ് പല അനുഭവം. അങ്ങനെയാണ്. അത് ജാതകം നോക്കിയാലേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം ഒരു സാമാന്യ ഫലമാണ്. അപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു പനിക്ക് നമ്മൾ ഒരു പാരസെറ്റമോൾ എന്നുള്ള മരുന്ന് കഴിക്കണം. മറ്റതങ്ങനെയല്ല, പനി പലതാവാം. അത് ഡെങ്കു ആവാം, ന്യൂമോണിയ ആവാം, മലേറിയ ആവാം. അപ്പോൾ അത് വിശദമായൊരു പരിശോധന, അതിന് ജാതകം വേണം. കാരണം ഇത് ഞാൻ പറയാൻ കാരണം ചില രസകരമായ കമൻറ്റുകളൊക്കെ ഈ യൂട്യൂബ് ചാനലിൽ കാണാറുണ്ട്. അതിലൊരു കമൻറ്റാണ്, 100 ചാനലുകൾ വിഷുഫലം, 100 ജ്യോതിഷന്മാർ 100 തരത്തിൽ പറയുന്നു, ഞാൻ ഏത് വിശ്വസിക്കും? ശരിയാണ്, ഒരു ശുദ്ധാത്മാവിൻ്റെ ചോദ്യമാണ്. ആളാകെ പെട്ടുപോയി. കാരണം ഓരോ ചാനലിലും പറയണത് ഓരോ തരത്തിലാണ് പറയണത്. ജ്യോതിഷം അറിയാത്ത ഒരാളെ എങ്ങനെ ഇത് വിശ്വസിക്കുക? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഞാൻ അദ്ദേഹത്തെ പോലുള്ളവർക്കുള്ള മറുപടിയാണ്, ഇതൊരു സാമാന്യ ഫലമാണ് കേട്ടോ. ഇത് നിങ്ങളുടെ തലേവിധിയാണെന്നോ ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന വാക്കാണെന്നോ ഒന്നും കരുതണ്ട. ജ്യോതിഷം എപ്പോഴും ശുഭമാണ്, മംഗളകരമാണ്. എപ്പോഴും നമ്മളെ പ്രചോദിപ്പിക്കുന്ന, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മളെ സ്നേഹപൂർവ്വം കൈപിടിച്ച് നടത്തുന്ന ഒരമ്മ, ഒരു ഗുരുനാഥൻ ഒക്കെയാണ് ജ്യോതിഷം. എത്ര മഹത്തായ ശാസ്ത്രമാണ് ജ്യോതിഷം അല്ലേ? ശ്രീരാമന് ജാതകമുണ്ട്, ശ്രീകൃഷ്ണന് ജാതകമുണ്ട്, ജാതകർമ്മം തന്നെയുണ്ട്, ഒരു പദ്ധതി തന്നെ നമുക്കുണ്ട് അല്ലേ? മനോഹരമാണ്. ഞാൻ ഒരു ചെറിയ കാര്യം കൂടി പറയുകയാണ്. വിഷുഫലം കഴിഞ്ഞിട്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പഴയ കാലത്ത് ഒരു
വന്ധ്യവയോധികനായിട്ടുള്ള ഒരു ദൈവജ്ഞനുണ്ട്. അദ്ദേഹം ഒരു സ്കൂൾ മാഷാണ്, സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്, നമ്മുടെ അടുത്തുള്ള സ്കൂളിലെ മാഷാണ്. അപ്പം അദ്ദേഹം എല്ലാ വിഷുവിൻ്റെ അന്നും വന്ന് വിഷുഫലം വായിക്കും. എൻ്റെ ജാതകമൊക്കെ എഴുതിയിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പേര് രാമകൃഷ്ണൻ എന്നാണ്, രാമകൃഷ്ണൻ സാറ് എന്ന് പറയും. അദ്ദേഹം ഗണക വിഭാഗം അഥവാ നമ്മൾ കണിയാൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം വളരെ വയസ്സായ ശേഷവും ഇങ്ങനെ വിഷുഫലം വായിക്കാൻ ചില വീടുകളിൽ വരും. അപ്പോൾ മുത്തശ്ശി ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ എന്ന് വിളിക്കുക, സാറേ ഇത്ര പ്രായമായില്ലേ, ഇനി കുട്ടികളെ ആരെങ്കിലും വിട്ടുകൂടെ? അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, ജീവിതാവസാനം വരെ ജ്യോത്സ്യനായിട്ട് എനിക്ക് ജീവിക്കണം. ഒരു ദേശജ്യോത്സ്യൻ്റെ കടമയാണ് ഈ വിഷുഫലം വായിക്കുക എന്നുള്ളത്. അത് ഞാൻ തന്നെ ചെയ്യണം. എത്ര ഒരു മഹത്തായിട്ടുള്ള ഒരു സന്ദേശം. ഞാൻ എൻ്റെ ഒരു ഗുരുസ്ഥാനീയനാണ് അദ്ദേഹം. എനിക്കൊരു മുത്തശ്ശനെ പോലെയാണ് അദ്ദേഹം. കാലത്തിൻ്റെ ചാക്രികതയിൽ ഞാൻ ജ്യോതിഷം പഠിക്കാൻ എനിക്ക് ജോലി ഉണ്ടായിരുന്നു, ജോലി കിട്ടി. ഞാൻ പഠിച്ചത് കൊമേഴ്സാണ്. അങ്ങനെ അവസാനം ഒരു പ്രത്യേക ഘട്ടത്തിൽ എൻ്റെ 30ാമത്തെ വയസ്സിൽ ഞാൻ ജ്യോതിഷം പഠിച്ചു തുടങ്ങി. അങ്ങനെ ജ്യോതിഷം പഠിച്ചു തുടങ്ങി കുറച്ചൊക്കെ പഠിച്ചങ്ങ് തുടങ്ങുമ്പോൾ, നമ്മളൊക്കെ സാധാരണ ജ്യോതിഷം പഠിക്കുന്നവർക്കറിയാം, ആദ്യം പഠിക്കുക അവനവൻ്റെ ജാതക. അപ്പം ഞാൻ എൻ്റെ ജാതകം എടുത്ത് നോക്കി, എന്താ ഇപ്പം എൻ്റെ കർമ്മം. സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ആ ജാതകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ദൈവജ്ഞ വൃത്തി കൊണ്ട് ഉപജീവനം നടത്തും. ദൈവജ്ഞ വൃത്തി എന്ന് വെച്ചാൽ ജ്യോതിഷം, ജ്യോത്സ്യനാവുന്നു. ഇപ്പോഴും എൻ്റെ ജാതകം ഇരിക്കുന്നുണ്ട്. ഞാൻ ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിച്ചു എന്ന് എനിക്കറിയാം. ഞാൻ ഒരിക്കലും ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യത്തെ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഇത് ജനിച്ച് 28ാമത്തെ ദിവസം ഒരു ചെറിയ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി വായിക്കുന്നത് ആ ജാതകമാണ്. എത്ര മഹത്തായ ശാസ്ത്രം. നമസ്കരിക്കണം, ഈ ശാസ്ത്രത്തിന് മുമ്പിൽ നമസ്കരിക്കണം. എല്ലാവർക്കും വിഷു ആശംസകൾ. നമസ്കാരം.